ഫ്രണ്ട്സ്, ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസിയാണ്, അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ തസ്തിയിൽ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഇത്തരം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യും. എങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും ഇപ്പോഴേ നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് കാണാം, അഡ്വർടൈസ് നമ്പറൂടെ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൂടെ കാണാം അസിസ്റ്റൻറ്റ് രാജഭാഷ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേ സ്കെയിലൂടെ കാണാം. നിങ്ങൾക്ക് 27,500 മുതൽ 81,100 ആയിരിക്കും. അതോടൊപ്പം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 60% മാർക്കോട് കൂടിയുള്ള ഗ്രാജുവേഷനാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദി ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതായത് ഈ 25 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ ടൈപ്പ് റൈറ്റിംഗ് പാട് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്, നിർബന്ധമല്ല. ഇനി അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ 2 വേക്കൻസി. ഒന്ന് ജനറൽ OBCക്ക് ഒരു വേക്കൻസിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിൻ്റെ 19,900 മുതൽ 63,200 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ദെൻ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന LVD ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇതിലേക്ക്. ഇനി 5 വേക്കൻസിയാണ് ഇതിലുള്ളത്. ജനറൽ 2, OBC 2, EWS 1, പിന്നെ എക്സ് സർവീസ്മാൻ 1 അങ്ങനെയായിട്ടുള്ള വേക്കൻസിയാണ്. ഇനി ഇവിടെ അടുത്ത പോസ്റ്റ് വരുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് തന്നെയാണ് ഇതിലേക്കുള്ള യോഗ്യതയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് HVD ലൈസൻസ് ആണ് വേണ്ടത്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പബ്ലിക് സർവീസ് ബാഡ്ജും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജ് ഇല്ലെങ്കിലും അത് പിന്നീട് എടുത്താൽ മതി. അതായത് ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൽ അത് മാൻഡറ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ടോട്ടൽ. അതിൽ 3 വർഷം ഹെവി വെഹിക്കിൾ തന്നെ നമ്മൾ ഓടിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസ് മിനിമം വേണം. ബാക്കി പിന്നെ ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. 5 വേക്കൻസി ഇതിലുണ്ട്. ജനറൽ 3, OBC 2, ദെൻ എക്സ് സർവീസ്മാൻ ഒരു വേക്കൻസി അങ്ങനെയാണ്. പിന്നെ അടുത്തത് ഫയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 19,900 മുതൽ 63,200 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് SSLC പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. 3 വേക്കൻസിയാണ്, 3 ജനറലാണ്. പിന്നെ ഇതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾ SSLC പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് അടുത്തത് കുക്കാണ്. ലെവൽ 2 ആണ് ഇതിൻ്റെ പേ ലെവൽ. ഇത് 19,900 മുതൽ 63,200 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. കുക്കായിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതായത് നല്ല വലിയ ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിലൊക്കെ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏത് കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് SC/ST അല്ലെങ്കിൽ OBC അങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസി എല്ലാ പോസ്റ്റിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് നിലവിൽ വന്നിട്ടില്ല. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് February 1 മുതൽ നിങ്ങൾക്ക് February 15 വരെയാണ് ഇതിൻ്റെ ടൈം ഉള്ളത് കേട്ടോ. അപ്പോൾ February 1 ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾക്ക് 15/4/2025 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഏകദേശം ഈ പറയുന്ന മാർച്ച് ലാസ്റ്റിലോ അതല്ലെങ്കിൽ നമുക്ക് February 1 തന്നെ ആയിരിക്കും മേ ബി വരാൻ. അധികം ചിലപ്പോൾ March 30 അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പല ചാനലിലും നിങ്ങൾ വീഡിയോസ് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ്. നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. അതിൻ്റെ ഇതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നോട്ടിഫിക്കേഷനൊക്കെ വന്നാൽ ലിങ്ക് വന്നാലൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.